വീണ്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും MS ആൻഡ് ആയുഷ് അക്കാഡമിയുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആർ കോൾഡ് as ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനിൽ നിന്നും കാർബണിൽ നിന്നും ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നോക്കുന്നു. ഒന്ന് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, മൂന്ന് അരോമാറ്റിക്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വരുന്നത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവരെ സാച്ചുറേറ്റഡ് എന്ന് പറയും. അവർക്ക് മറ്റൊരു പേരുണ്ട്, ആൽക്കെയിൻ എന്ന് നമുക്ക് അവരെ വിളിക്കാം. Next, second one is unsaturated. Unsaturated ഡബിൾ ബോണ്ട്, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരാം. അതേപോലെ തന്നെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടും വരാം. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരാം, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടും വരാം. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ആണ് വരുന്നത് എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ് എന്ന് വിളിക്കും. അവരെ നമ്മൾ ആൽക്കീൻസ് എന്ന് പറയാം. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ ആൽക്കൈൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. അടുത്ത അരോമാറ്റിക്. അരോമാറ്റിക് കോമ്പൗണ്ടിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അരോമാറ്റിക് കോമ്പൗണ്ടിനെ പറ്റി നമുക്ക് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ആൽക്കെയിനിലേക്ക് പോകുന്നു. ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക, ആൽക്കെയിൻസ്. ആൽക്കെയിൻസിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വരുന്ന ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ്. ആൽക്കെയിനുകൾക്ക് ജനറൽ ഒരു ഫോർമുലയുണ്ട്. ഇവരുടെ ജനറൽ ഫോർമുലയാണ് CnH2n+2. CnH2n+2 നിങ്ങൾക്ക് ഇവിടെ കാണാം, CnH2n+2. ഇവരുടെ ജനറൽ കെമിക്കൽ, ഇവരുടെ ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിനുകളുടെ പ്രിപ്പറേഷൻ, അവരുടെ ഐസോമർസ്, നോമൻക്ലേച്ചർ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. നോമൻക്ലേച്ചർ നമ്മള് പ്രിപ്പറേഷൻ ആണ് ഞാൻ ഇനി പറയുവാനായിട്ട് പോകുന്നത്. പ്രിപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രിപ്പറേഷനുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ശ്രദ്ധിക്കുക, ഇവിടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽക്കെയിനുകളെ ഉണ്ടാക്കാം നോക്കൂ. ഈഥീൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പേരിടാൻ പഠിച്ചതാണ്. ഈഥീൻ രണ്ട് കാർബൺ ആറ്റം ഉണ്ട്. രണ്ട് കാർബൺ ആറ്റം ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുമ്പോൾ END ചേർക്കണം. അപ്പോൾ ഇതിന്റെ പേര് ഈഥീൻ. ഈഥീനിലേക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിനെ ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് എൻ കാറ്റലിസ്റ്റ്, അവിടെ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ ഈഥീൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളിവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റം അല്ലേ ഇവിടെ ആഡ് ചെയ്യുന്നേ, അതിൽ ഒരു ഹൈഡ്രജൻ ആദ്യത്തെ കാർബണിലേക്ക് പോകും, രണ്ടാമത്തെ ഹൈഡ്രജൻ രണ്ടാമത്തെ കാർബണിലേക്ക് പോകും. ഇടയ്ക്കുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് മുറിഞ്ഞത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ നോക്കൂ, ആദ്യം CH2 ആയിരുന്നു, അവിടെ ഒരു H കൂടെ വന്നപ്പോൾ CH3, ഡബിൾ ബോണ്ട് മുറിഞ്ഞ് സിംഗിൾ ബോണ്ട് ആയി മാറി. രണ്ടാമത്തെ കാർബണിൽ അടുത്ത ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ വീണ്ടും CH3.
അപ്പോൾ നമുക്കൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്ന് ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ ഒരു ആൽക്കൈൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതാണ് ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഒരു ആൽക്കൈനെ നമുക്ക് ഇങ്ങനെ നിർമ്മിച്ചെടുക്കാം. നമുക്ക് ഒരു ആൽക്കൈൽ ഹാലൈഡിന് ഉദാഹരണമാണ് ക്ലോറോമീഥേൻ, CH3Cl. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഇവിടെയും നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് സിങ്ക്. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന Cl പകരം നമ്മൾ ചേർത്ത ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ അവിടേക്ക് വരും. ഓക്കെ, അവിടുത്തെ Cl പകരം നമ്മൾ ചേർത്ത ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ അവിടേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ Cl പകരം നമ്മൾ ആഡ് ചെയ്ത ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ അവിടെ വരും. അപ്പോൾ ഇവിടെ CH3 ആയിരുന്നു, ഒരു ഹൈഡ്രജനും കൂടെ അവിടെ വരുമ്പോൾ അത് CH4 ആയിട്ട് മാറും. ബാക്കി ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും ഈ ഒരു ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ആയി മാറും. ഓക്കെ, അപ്പോൾ ഇത് മീഥേൻ എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ ആണ്. നമ്മളൊരു ആൽക്കെയിൻ നമുക്കവിടെ ഉണ്ടാക്കി. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്കൻഡ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ പഠിക്കുന്നത്. അതായത് ഇത് തൊട്ട് മുമ്പുള്ള പാഠം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾ അതറിയാമെങ്കിൽ മാത്രമേ ഇതിലെ കാര്യങ്ങളൊക്കെ പിടികിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്തിരുന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന്റെ തുടർച്ചയാണ്. അപ്പൊ നെയിമിങ്ങും നോമൻക്ലേച്ചറും ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് റിയാക്ഷൻ? കണ്ടോ, വാട്ട്സ് റിയാക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കാണാതെ പഠിക്കണം. എന്ന് വായിക്കാം. ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം മെറ്റൽ. ഒരു ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എ ഈതർ. എന്തിന്റെ പ്രസൻസിലാണ്? ഈതറിന്റെ പ്രസൻസിൽ. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു. അവിടെ ഒരു റിയേജന്റ്, അവിടെ ഒരു ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ഒരു ഹൈ ഓർ ആൽക്കെയിൻസ് നമുക്ക് ലഭിക്കും. ഹയർ ആൽക്കെയിൻസ് കിട്ടും. അതായത് ഹയർ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഒരു ആൽക്കെയിൻ നമുക്ക് കിട്ടും. ഇപ്പൊ റിയാക്ടന്റ് എടുക്കുമ്പോൾ ആ റിയാക്ടന്റിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ഹയർ ആൽക്കെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ സഹിതം വിശദീകരിക്കാം. ശ്രദ്ധിക്കാം. CH3Br ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇതിന്റെ പേര് ബ്രോമോ മീഥേൻ. Br ബ്രോമിൻ. അപ്പോൾ ഇതിന്റെ പേര് ബ്രോമോ മീഥേൻ. CH3 എന്ന് പറഞ്ഞാൽ മീഥേൻ, ബ്രോമോ മീഥേൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഇവിടെ റിയാക്ഷൻ പ്രകാരം സോഡിയം ആഡ് ചെയ്തു പ്ലസ് ഞാൻ വീണ്ടും ഇതിലേക്ക് ആദ്യം എടുത്ത കോമ്പൗണ്ട് ഇല്ലേ, എന്താണ് CH3Br, അത് വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ റിയാക്ടന്റ് സൈഡിൽ നോക്കിയാൽ ഇവിടെ 2 CH3Br ഉണ്ട്, 2 Na ഉണ്ട്. ഓക്കെ, ഇനിയും ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഡ്രൈ ഈതർ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ മൊത്തത്തിൽ ടോട്ടൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇവിടെ മൊത്തത്തിൽ 1 and 2 2 CH3 ഉണ്ട്. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3 അല്ലെ. അപ്പോൾ ഈ 2 CH3കളും ഒരുമിച്ച് ചേർന്ന CH3 ഉണ്ടാവും. CH3 ഉണ്ടാവും. ഇനി ഇവിടെ എന്താണ് ബാക്കിയുള്ളത്? 2 NAയും ഇവിടുത്തെ ഒരു Br-ഉം ഇവിടുത്തെ ഒരു Br-ഉം. അപ്പൊ 2 NAയും 2 Br-ഉമാണ് ബാക്കിയുള്ളത് അല്ലെ. അപ്പോൾ ഇത് ഇത്രയും കമ്പൈൻ ചെയ്ത് NaBr ഉണ്ടാകുന്നു.
ഓക്കെ, ഇതാണ് വുഡ്സ് റിയാക്ഷനിലെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ എക്സാമ്പിളും അതിന്റെ സ്റ്റേറ്റ്മെന്റും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, യെസ്. ഇതെല്ലാം ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ ആണ്, ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർ ചോദിക്കുന്നതിന് മറുപടി ആൻസർ എഴുതണം. ഇനി മൂന്നാമത്, കാർബോക്സിലിക് ആസിഡിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽക്കേനെ ഉണ്ടാക്കാം. ഓക്കെ, ഫ്രം കാർബോക്സിലിക് ആസിഡ് നമ്മൾ അതിനെ ഡീകാർബോക്സിലേഷൻ എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വായിക്കാം, സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതായത് സോഡിയം സോൾട്ട്, സോഡിയം അടങ്ങിയിട്ടുള്ള കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ട് നമ്മൾ സോഡ ലൈമിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആൽക്കീൻ കിട്ടാം. ആ ആൽക്കീന്റെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്നിങ് വൺ കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3CO, ഒരു എക്സാമ്പിൾ ആണ് CH3CONA. അവിടെ 2 കാർബൺ ആറ്റം ഇല്ലേ, കണ്ടോ ഇവിടെ കെമിക്കൽ ഫോമിൽ നോക്കൂ, ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഒരു പറയുകയാണ്, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇല്ലേ, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണോ അതിൽ കാർബോക്സിലിക് ആസിഡിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവായി, ഒരു കാർബൺ ആറ്റത്തിന്റെ എണ്ണം കുറവായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ താഴെ ഇക്വേഷൻ നോക്കൂ, ഇവിടെ 2 കാർബൺ ഉണ്ട് അല്ലെ, ഇത് കാർബോക്സിലിക് ആസിഡിന്റെ ഒരു സോൾട്ട് ആണ്. ഇവിടെ 2 കാർബൺ ഉണ്ട്, CH3 ഒരു കാർബൺ ഉണ്ട്, COOയിൽ ഒരു കാർബൺ, 2 കാർബൺ ഉണ്ട് അല്ലെ. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ കിട്ടിയ പ്രോഡക്റ്റ് നോക്കൂ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ടിൽ 2 കാർബൺ ഉണ്ടായിരിക്കും, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ നമുക്ക് ഒരു കാർബൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഈ പ്രോസസ്സിനെ നമ്മൾ എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ഇസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് എലിമിനേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായി വെളിയിലേക്ക് എലിമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനത്തിനെ ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കാം. നമ്മൾ ഇനി പറയാൻ പോകുന്ന പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസിന് മുമ്പ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു കാര്യം വിട്ടു. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ ശ്രദ്ധിക്കുക, അതായത് ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, എന്നത് പറയാം. ഓക്കെ, നമുക്ക് ഓർത്തിരിക്കുക, നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. പ്ലസ് ടു ചെല്ലുമ്പോൾ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജന്റ് കെമിക്കൽ ഫോർമുല CH3MgBr, CH3MgBr. ഈ 3 അടിയിലാണ് വരുന്നത്, Hന്റെ അടിയിൽ കേട്ടോ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, CH3MgBr. എന്നെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രത്യേകത, ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമ്മൾ എന്ത് ചെയ്താലെന്ന് അറിയാമോ, ഹൈഡ്രോളിസിസ് നടത്തിയാൽ, ഗ്രിഗ്നാർഡ് റിയേജന്റ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആൽക്കീൻ ലഭിക്കും. ഓർത്തിരിക്കുക കേട്ടോ, അത് പോയിന്റ് ഓർത്തിരിക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്ത് ലഭിക്കും, നമുക്ക് ആൽക്കീൻ ലഭിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത്.
ഫിസിക്കൽ പ്രോപ്പർട്ടീസില് ആൽക്കെയിൻസില് നമുക്കറിയാം മെത്തത്ത്, പ്രൊപ്പ്, ബ്യൂട്ടേക്സ്, ഒക്ടൻ, അതറിയാം ഓണർ. അതില് ഒരു ഓർഗാനിക് കോമ്പൗണ്ടില് 1 മുതൽ 4 വരെ കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ട് ഉണ്ട്. ചില കോമ്പൗണ്ട് 1 കാർബൺ, ചില കോമ്പൗണ്ടിൽ 2 കാർബൺ, ചിലതിൽ 3 കാർബൺ, ചിലതിൽ 4 കാർബൺ. അങ്ങനെ C1 to C4, അതായത് 1 കാർബൺ മുതൽ 4 കാർബൺ വരെയുള്ള കോമ്പൗണ്ടുകൾ അവര് പൊതുവെ ഗ്യാസുകളായിരിക്കും. ഇനി 5 മുതൽ 7 വരെയുള്ള 5 മുതൽ 17 വരെയുള്ള കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവര് ലിക്വിഡ്സ് ആയിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവരെന്തായിരിക്കും? സോളിഡ്സ് ആയിരിക്കും. ഇവിടെ solubility, polar substance are soluble in polar solvent. പോളാർ സബ്സ്റ്റൻസുകൾ പോളാർ സോൾവെന്റുകളിൽ soluble ആണ്. നോൺ പോളാർ സബ്സ്റ്റൻസുകൾ നോൺ പോളാർ സോൾവെന്റിൽ soluble ആണ്. ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിനെ പറ്റിയിട്ട് boiling point as the molecular size of alkanes increases. ആൽക്കെയിൻസുകളുടെ മോളിക്കുലാർ സൈസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് അത് കൂടിക്കഴിഞ്ഞാൽ as increases എന്ത് സംഭവിക്കും? The surface area increases and hence the boiling point also increases. അപ്പോൾ ആൽക്കെയിൻസിന്റെ മോളിക്കുലാർ മാസ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, ഇനി അടുത്തത് അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് alkanes with an even number of carbon atom have a higher melting point. അതായത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഈവൻ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം 2, 4, 6, 8 അല്ലെ. അപ്പോൾ ഈവൻ നമ്പർ കാർബൺ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ കോമ്പൗണ്ടുകൾ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇനിയും. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് പറയാനായിട്ട് പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനില് the reaction in which hydrogen atom എന്നോട് നിങ്ങൾക്ക് നോക്കുക, അവിടെ നിങ്ങൾക്ക് വായിക്കാം. ഞാനത് വായിച്ചു അവിടെ. അതായത് ഇവിടെ നോക്കൂ, one or more hydrogen atom of alkenes can be replaced by halogens, nitro group and sulfonic group. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഹൈഡ്രജൻ ആറ്റം അവിടെ നിന്ന് മാറിക്കൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന് പകരം അവിടെ ഒരു ഹാലജനോ അല്ലെങ്കിൽ അവിടെ ഒരു നൈട്രോ ഗ്രൂപ്പോ അല്ലെങ്കിൽ അവിടെ ഒരു സൾഫോണിക് ഗ്രൂപ്പോ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഹൈഡ്രജൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഹാലജൻസുകൾ ആകാം, നൈട്രോ ഗ്രൂപ്പുകൾ ആകാം, സൾഫോണിക് ഗ്രൂപ്പുകൾ ആകാം, അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഹാലജൻസ് ആണ് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോജനേഷൻ. അപ്പൊ നമുക്ക് ഹാലജൻസുകളെ നിങ്ങൾക്കറിയാം, ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസിറ്റേറ്റ്. അതില് പ്രധാനമായിട്ടും ക്ലോറിൻ, ഫ്ലോറിൻ, അയഡിൻ, ബ്രോമിൻ വരെയാണ് റിയാക്ട് ചെയ്യാറുള്ളത്. നമുക്ക് ക്ലോറിൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ഇത്
10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സെയിം കാര്യം തന്നെയാണ്. നമുക്ക് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. CH4 മീഥെയിൻ ഇതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തു. ഇവിടെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം നോക്കൂ. CH4ൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് ഒരു ക്ലോറിൻ അവിടെ പോകും. 2 ക്ലോറിൻ അല്ലേ ആഡ് ചെയ്ത്, ഒരു ക്ലോറിൻ അവിടെ ചെല്ലും. ഇവിടുന്ന് ഒരു H പോയി. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടുന്ന് ഒരു H വെളിയിലേക്ക് പോയി, ഒരു H വെളിയിലേക്ക് പോയി. അതിന് പകരം ഒരു H വെളിയിലേക്ക് പോയി. H4 ആണ്. ഒരു H വെളിയിലേക്ക് പോയി. അതിന് പകരം ഒരു Cl അതിലേക്ക് വന്നു. ഒരു Cl അതിലേക്ക് വന്നു. അപ്പോൾ ഒരു H വെളിയിലേക്ക് പോയി. അതിന് പകരം ഒരു Cl അവിടേക്ക് വന്നു. അപ്പോൾ CH3Cl അല്ലെ. ഒരു H CH4ൽ നിന്ന് ഒരു H വെളിയിലേക്ക് പോയി. അപ്പൊ CH3. അവിടെ വെളിയിലേക്ക് പോയ Hന് പകരം അവിടെ ഒരു Cl കയറി വരുന്നു. അപ്പൊ CH3Cl. ഇനി നോക്കൂ, വെളിയിലേക്ക് പോയ Hഉം ബാക്കിയുള്ള ഒരു Cl2ല് ഒരു Cl ഇനി ബാക്കിയുണ്ട്. അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് മാറും. നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ ഇല്ലേ, അത് വീണ്ടും താഴെ എടുത്തെഴുതി CH3Cl. അതിലേക്ക് ഞാൻ വീണ്ടും ക്ലോറിനെ ആഡ് ചെയ്തു. വീണ്ടും ക്ലോറിനെ ആഡ് ചെയ്തു. 2 ക്ലോറിനെ ആഡ് ചെയ്തു. ഇനി നോക്കൂ, വീണ്ടും CH3Cl അല്ലേ, അതിൽ ഒരു H വീണ്ടും പോകും. CH3യിൽ നിന്ന് ഒരു H വീണ്ടും പോകും. അപ്പോൾ CH2. അവിടെ നിന്ന് ഒരു H പോയില്ലേ, H പോയെടുത്ത് 2 ക്ലോറിനിൽ നിന്ന് ഒരു ക്ലോറിൻ അങ്ങോട്ട് വരും. 2 ക്ലോറിനിൽ നിന്ന് ഒരു ക്ലോറിൻ അങ്ങോട്ട് വരും. നോക്കൂ, ഇവിടെ ഓൾറെഡി ഒരു ക്ലോറിൻ ഉണ്ട്. അവിടേക്ക് വീണ്ടും ഒരു ക്ലോറിനും കൂടെ വന്നാൽ Cl2. അപ്പോൾ ഇവിടെ കെമിക്കൽ ഫോർമുല CH2Cl2 എന്നല്ലേ. ഇനിയും അവിടെ ബാക്കിയുള്ള ഒരു ക്ലോറിനും ഇവിടുന്ന് വെളിയിലേക്ക് പോകുന്ന Hുമായിട്ട് കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാകും. ഇവിടെ എല്ലായിടത്തും HCl ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ, CH2Cl2. അത് വീണ്ടും താഴെ എടുത്ത് എഴുതി. അതിലേക്ക് വീണ്ടും ക്ലോറിനെ ആഡ് ചെയ്തു. എന്ത് സംഭവിക്കും നോക്കൂ, വീണ്ടും അടുത്ത ഹൈഡ്രജൻ ഇവിടുന്ന് പോകും. അപ്പോൾ CH2ൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ പോയാൽ CH. ഇനിയും ആ പോയിടത്തേക്ക് ഒരു ക്ലോറിൻ അവിടെ വരും. ഇവിടെ ഓൾറെഡി 2 ക്ലോറിൻ ഉണ്ട്. അവിടേക്ക് ഒരു ക്ലോറിനും കൂടെ വന്നാൽ Cl3, CHCl3. ഇവിടെ കിട്ടിയ ആൻസർ വീണ്ടും താഴെ. അതിലേക്ക് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്തു. വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ അടുത്ത ഹൈഡ്രജൻ ഇവിടുന്ന് പോകും. ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് പോയി. അവിടേക്ക് വീണ്ടും ഒരു ക്ലോറിൻ കയറി വരും. ഒരു ഹൈഡ്രജൻ പോയാൽ അവിടെ ഒരു ക്ലോറിൻ വരും. അപ്പോൾ C അതേപോലെ എഴുതി. ഇവിടെ ഓൾറെഡി 3 ക്ലോറിൻ ഉണ്ട്. അവിടേക്ക് ഇവിടെ ഒരു ക്ലോറിനും കൂടെ വന്നാൽ Cl4. CCl4 നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നടക്കുന്നത്. പ്ലസ് 2 ചെല്ലുമ്പോൾ നിങ്ങൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെയും പഠിക്കാനുണ്ട്. ചെയിൻ ഇനിഷ്യേഷൻ, ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. അങ്ങനെ 3 സ്റ്റെപ്പുകളിലാണ് ഇത് നടക്കുന്നത്. 3 പേരുകൾ ഓർത്തിരിക്കുക. ഞാൻ ഇത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് ഇത് കരുതാം. ഓക്കെ, നെക്സ്റ്റ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഫോർ എക്സാമ്പിൾ മീഥേൻ കത്തിക്കുന്നു. മീഥേൻ, ചാണകം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് CH4. ഇത് കത്തിക്കുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഏതൊരു ഹൈഡ്രോ കാർബണും, കരിയിൽ ഒരു ഹൈഡ്രോ കാർബൺ ആണ്, വിറക് ഒരു ഹൈഡ്രോ കാർബൺ ആണ്. നമ്മൾ ഏതൊരു ഹൈഡ്രോ കാർബണും കത്തിക്കുമ്പോൾ ഒരു കറുത്ത കളറിലുള്ള ഒരു പുക വെളിയിലേക്ക് പോകും. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് കത്തിക്കഴിയുമ്പോൾ കത്തിക്കുന്ന ഭാഗത്ത് ചെറിയൊരു നനവുണ്ടാകും. അപ്പോൾ അതാണ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ഏത് ഹൈഡ്രോ കാർബണിനെ കത്തിച്ചാലും അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് എന്താ കിട്ടണം? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടണം. ഓക്കെ, യെസ്, ആണ് അതിനകത്ത് കിട്ടാം.
നെക്സ്റ്റ് ഇസ് കൺട്രോൾഡ് ഓക്സിഡേഷൻ അല്ലെ. നമുക്ക് നോക്കൂ കൺട്രോൾഡ് ഓക്സിഡേഷൻ കണ്ട. Alkanes on heating with a regulated supply of dioxygen. ആൽക്കേനി ഓക്സിജനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. വിത്ത് ഹൈ പ്രഷർ, ഉയർന്ന പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് suitable catalyst, അവിടെ അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവർ gives a variety of oxidation product. നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 2 മോൾസ് മീഥേൻ എടുത്തു, 2 CH4 ഓക്സിജൻ ആഡ് ചെയ്തു, ഉണ്ടോ, ഓക്സിജൻ ആഡ് ചെയ്തു. നമുക്ക് ഇത് ഇത്രയും കമ്പൈൻ ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കൂ, CH3OH, 2 CH3OH, മെഥനോള് കിട്ടി. ഇത് ഇത്രയും കമ്പൈൻ ചെയ്ത് ഒന്നായിട്ട് CH3OH കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, CH4 ഓക്സിജനും വീണ്ടും കമ്പൈൻ ചെയ്തു, ഇവിടെ ഒരു CH4 ഉള്ളൂ. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് നോക്കൂ, എന്താണ്, HCHO പ്ലസ് H2O. രണ്ടിടത്തെയും കമ്പൗണ്ട് കിട്ടിയ പ്രോഡക്റ്റ് വ്യത്യാസമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കമ്പഷനുമായിട്ട് താരതമ്യം ചെയ്യരുത്, കമ്പഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഹൈ പ്രഷറിലാണ് ഇവിടെ നമ്മൾ ഇത് ഇവിടെ നടത്തുന്നത്, ഈ റിയാക്ഷൻ ഹൈ പ്രഷർ. ആൻഡ് ഓൾസോ ഇവിടെ നമ്മളൊരു കാറ്റലിസ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ 2 ഇക്വേഷനുകളും സ്റ്റേറ്റ്മെന്റും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഐസോമറൈസേഷൻ. നമ്മൾ ഓൾറെഡി ആ വാക്ക് കേട്ടിട്ടുണ്ട്, ഐസോമർ അല്ലെ. ഐസോമറൈസേഷൻ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. Straight chain alkanes on heating in the presence of anhydrous aluminum chloride and hydrogen chloride gas isomerize to branched chain alkanes. The major product are given below. Some minor products are also possible which you can think of. താഴെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുള്ളത് നോർമൽ ഹെക്സെയിൻ ആണ്. എക്സൈൻ്റെ ഒരു കോമ്പൗണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സൈന അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡുമായിട്ടും HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണ്, കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു മീഡിയയിൽ എക്സൈൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാകും. ഒന്ന് മേജർ പ്രൊഡക്റ്റും രണ്ടാമത് മൈനർ പ്രൊഡക്റ്റും. ശ്രദ്ധിക്കുക, ഇതാണ് ഹെക്സൈൻ അവര് നിവർത്തി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, CH3 CH2 twice CH3 ഹെക്സൈൻ ആണിത്. ഇപ്പോൾ ഹെക്സൈൻ ഒന്ന് കണ്ടൻസ്ഡ് ഫോർമുല ഇത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് എന്താണ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹെക്സൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്, അലൂമിനിയം ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് അല്ലെ. അപ്പോൾ ഇവിടെ അത് ഒരു അലുമിനിയം ക്ലോറൈഡും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും ആഡ് ചെയ്തിട്ടുണ്ട്, HCl ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ നോക്കൂ. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇക്വേഷനിലേക്ക് നോക്കാം. ഇവിടെ ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, എത്ര കാർബൺ ഉണ്ടായിരിക്കും, 6 കാർബൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 1 2 3 4 5, അതായത് ഇവിടെ 5 കാർബൺ ആറ്റം നേരെ. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ലാസ്റ്റ് കണ്ട CH3 കണ്ടില്ലേ, കണ്ടോ CH3. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ CH3 ഇവിടെ നിന്ന് മാറി, CH3 ഈ പൊസിഷനിൽ നിന്ന് മാറി ഇതിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന എക്സാമ്പിളിലെ അവസാനം തന്നിരിക്കുന്ന CH3 അതിന് ലാസ്റ്റ് പൊസിഷനിൽ നിന്നും മാറി, അവിടെ നിന്ന് മാറി അത് അവിടുത്തെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഇവിടെ മൈനർ പ്രോഡക്റ്റ് ഉണ്ട്. മൈനർ പ്രോഡക്റ്റ് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് പകരം അത് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു.
അപ്പോൾ നമുക്ക് മേജർ പ്രോഡക്റ്റും ലഭിക്കാം, മൈനർ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കാം. മൈനർ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, മേജർ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് ഐസോമറൈസേഷൻ. ഐസോമറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കെമിക്കൽ ഫോർമുല, ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഓക്കെ, അതാണ് ഐസോമറൈസേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അരോമറ്റൈസേഷൻ. Alkanes having 6 or more carbon atoms on heating, അതായത് 6 മുതൽ കൂടുതലോ കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽക്കീനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, വനേഡിയം പെന്റോക്സൈഡ് അല്ലെങ്കിൽ മൊളിബ്ഡിനിയം അല്ലെങ്കിൽ ക്രോമിയം. ഓക്കെ, ഇതിന് മീഡിയ കെമിക്കൽ റിയാക്ഷൻ മീഡിയം എന്ന് പറയുന്ന അലുമിനിയം ആണ്. ഓക്കെ, ഓർ ക്രോമിയം സപ്പോർട്ടഡ് ഓവർ അലുമിനിയ. നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബെൻസീൻ ആണ് നമുക്കിവിടെ ലഭിക്കുക. ഒരു ആൽക്കീനെ നമ്മൾ 6 അതിൽ കൂടുതലോ കാർബണാറ്റം ഉള്ള ഒരു ആൽക്കീനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെൻസീൻ കിട്ടും. ഇവരുടെ പ്രത്യേകത, ഈ കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് അരോമാറ്റിക് ആണ്, അതായത് റിംഗ് ആകൃതിയിലുള്ളതാണ്. ഇവിടെ നോക്കൂ, 1 2 3 4 5 6 കാർബൺ ആറ്റം. CH3 എല്ലായിടും ഓരോ ഇതിലും ഒരു റിംഗ് ഷേപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിലേക്ക് നമ്മൾ അനുയോജ്യമായിട്ടുള്ള കാറ്റലിസ്റ്റും അതേപോലെ തന്നെ ടെമ്പറേച്ചറും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഷേപ്പ് മാറി അതിന് ഇതേ രൂപത്തിലാകും. ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. അതായത് ഇതിനിടയ്ക്കുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക, ഇവിടുത്തെ സൈക്ലിക് കോമ്പൗണ്ടിനകത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ 6 റിംഗ് ഉള്ള അല്ലെങ്കിൽ 6 കാർബൺ ആറ്റമുള്ള ഈ കോമ്പൗണ്ട് 6 റിംഗ് കാർബൺ ആറ്റമുള്ള ഈ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു? ബെൻസീൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ബെൻസീൻ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷനെ അരോമറ്റൈസേഷൻ എന്ന് വിളിക്കാം. അരോമറ്റൈസേഷൻ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ വീഡിയോ വീണ്ടും കാണുക. ഓക്കെ, നമ്മൾ ഇതിനെ അരോമറ്റൈസേഷൻ എന്ന് വിളിക്കാം. റിയാക്ഷൻ വിത്ത് സ്റ്റീമുമായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നും കൂടെ നമുക്ക് നോക്കാം. സ്റ്റീമുമായി ഇത് പ്രവർത്തിക്കുന്നത് നോക്കൂ. മീഥേൻ സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, വാട്ടർ കണ്ടന്റ് ആണല്ലോ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ വാട്ടർ, ദ പ്രസൻസ് ഓഫ് നിക്കൽ, കാറ്റലിസ്റ്റ് നിക്കൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. അതായത് ഇതിനകത്തുള്ള കാർബൺ വാട്ടറിനകത്തുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് CO ഉണ്ടാവും, CO കാർബൺ മോണോക്സൈഡ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് ബാക്കി? 4 ഹൈഡ്രജനും 2 ഹൈഡ്രജനും അല്ലെ, 4+2 6 അല്ലെ. നോക്കൂ, ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ടായി. 3 × 2 6 ഹൈഡ്രജൻ ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പൈറോളിസിസ്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ഹയർ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ കൂടിയ ആൽക്കെയിൻസ്, അവരെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് ലോവർ ആൽക്കെയിൻ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം കൂടുതലുള്ള ആൽക്കെയിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ആറ്റം കുറവുള്ള ആൽക്കെയിനുകൾ നമുക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാക്കിംഗ് എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ പഠിക്കാം. താഴെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡോഡോഡെക്കീൻ എന്ന് പറഞ്ഞാൽ 12 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ട് ഡോഡോഡെക്കീൻ. അത് ഹീറ്റ് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസ്, പ്ലാറ്റിനം പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 2 കോമ്പൗണ്ടുകൾ കിട്ടും. എന്തൊക്കെയാണ്? ഹെപ്റ്റൈനും പെന്റൈനും. 12 കാർബൺ ആറ്റം മുറിഞ്ഞു മാറി 7 കാർബൺ ഉള്ളതും 5 കാർബൺ ഉള്ളതുമായ 2 കോമ്പൗണ്ടുകളായി മാറുന്നു. 7+5. അപ്പോൾ 5 കാർബണും 7 കാർബണും ഉള്ള 2 കോമ്പൗണ്ടുകളായി മാറും.
ഇനി അടുത്തത് കൺഫോർമേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൺഫോർമേഷൻസ്. spatial arrangement of atoms which can be converted into one another by rotation or അതായത് കൺഫോർമേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണുകളുടെ അറേഞ്ച്മെന്റ് ആണ്. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ സ്പേസിൽ അറേഞ്ച് ചെയ്യുക. സ്പേസിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? അപ്പോൾ സ്പേസിൽ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. into one another by rotation around a carbon single bond are called as conformation. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു? റൊട്ടേഷൻ. അപ്പോൾ കാർബൺ സിംഗിൾ ബോണ്ട്, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ട് ഉള്ള രണ്ട് കാർബൺ ആറ്റങ്ങൾ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? അവിടെ റൊട്ടേഷൻ സംഭവിക്കും. അപ്പോൾ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ആറ്റംസ്, ആറ്റങ്ങളുടെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ് അവിടെ. which can be converted into a one another, അത് ഒന്നിൽ നിന്ന് അതിനെ വേറൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ? കാർബൺ ആറ്റങ്ങളെ റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം. കാർബൺ ആറ്റങ്ങളെ റൊട്ടേറ്റ് ചെയ്ത് അവരെ ഒരു ഫോമിൽ നിന്ന് അവരെ നമ്മൾ വേറൊന്നിലേക്ക് കാർബൺ ആറ്റങ്ങളെ കൺവേർട്ട് ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് അതിനകത്തുനിന്ന്. ഓക്കെ, നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് ഈഥേന്റെ കൺഫോർമേഷൻ ആണ്. ഈഥേന്റെ കൺഫോർമേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. മെയിൻ പോയിന്റ്സ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈഥേന്റെ കൺഫോർമേഷൻ അല്ലെങ്കിൽ ഈഥേന്റെ മെയിൻ സ്ട്രക്ചേഴ്സ് ആണ്. അതില് നമുക്ക് രണ്ട് കൺഫോർമേഷൻ, നമുക്ക് ഒന്നാമത്തെ കൺഫോർമേഷൻ കാണാം. മെയിൻ ആയിട്ടുള്ള ഒന്ന് സോഹോഴ്സ് പ്രൊജക്ഷൻ. ഉണ്ടോ? സോഹോഴ്സ് പ്രൊജക്ഷൻ രണ്ട് രീതിയിലുണ്ട്. എക്ലിപ്സ്ഡ് എന്നും സ്റ്റാഗേർഡ് എന്നും പറയും. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. ഇത് നോക്കാൻ സാധിക്കും ഇവിടെ. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് രണ്ട് വ്യത്യസ്തമായ രണ്ട് ചിത്രങ്ങൾ. ഈ ബോർഡിൽ വരച്ച് ഈ കാണുന്ന രണ്ട് ചിത്രങ്ങളും ഒരേപോലെയല്ല, ഇവര് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. എക്ലിപ്സ്ഡ് കൺഫർമേഷന്റെ പ്രത്യേകത, എക്ലിപ്സില് the hydrogen atom of one carbon are lying directly behind the hydrogen atom of the other. Eclipse ഒരു hydrogen atom of one carbon atoms are lying directly behind the hydrogen atom of the other. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ നോക്കൂ. ഒന്നാമത്തെ പടം നോക്കി. ഒരു കാർബൺ ആറ്റം ഇവിടെ, ഈ ഹൈഡ്രജൻ ഈ കാർബൺ ആറ്റത്തിന്റെ പിറകിലാണ്. ഹൈഡ്രജൻ കാർബൺ ആറ്റത്തിന്റെ പിറകിലാണ്. ഇവിടെയും രണ്ട് ഹൈഡ്രജൻ ആറ്റം ലെഫ്റ്റും റൈറ്റും, ഒരു ഹൈഡ്രജൻ മുകളിലേക്ക്. സ്റ്റാഗേർഡിലേക്ക് നോക്കൂ. സ്റ്റാഗേർഡിൽ എങ്ങനെയാണ് നോക്കി? താഴത്തെ ഭാഗം സെയിം ആണ്, പക്ഷെ അപ്പർ എൻഡ് നോക്കി. അപ്പർ എൻഡ് എങ്ങനെയാണ്? മുകളിൽ രണ്ട് കാർബൺ ആറ്റവും മുകളിലേക്ക് ആണ് ലൈ ചെയ്യുന്നത്. മുകളിലേക്ക് രണ്ട് കാർബൺ ആറ്റം പ്രോപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഹൈഡ്രജൻ എങ്ങനെയാണ് നിൽക്കുന്നത്? താഴെ അല്ലെ? അപ്പോൾ ഈ ഇക്ലിപ്സിന്റെ അപ്പർ എൻഡ് എങ്ങനെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റാഗേർഡിന്റെ അപ്പർ എൻഡ്. സ്റ്റാഗേർഡിന്റെ അപ്പർ എൻഡിൽ ഒരു ഹൈഡ്രജൻ ആറ്റം താഴെ, ഒരു ഹൈഡ്രജൻ ആറ്റം താഴേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഹൈഡ്രജൻ ആറ്റം താഴേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്ലിപ്സും സ്റ്റാഗേർഡും തമ്മിലുള്ള വ്യത്യാസം, മെയിനായിട്ടും ഈ രണ്ട് സ്ട്രക്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിൻ പോയിന്റ് മാത്രം പറയുവാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ന്യൂമാൻസ് പ്രൊജക്ഷൻ. ഇത് നോക്കാൻ സാധിക്കും. ഇവിടെ രണ്ട് സ്ട്രക്ചർ ഉണ്ട്, എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. ഇവിടെ നോക്കൂ, ഇത് ഫ്രണ്ടിലൊരു ഡിസ്ക് പോലെ, ഇതിന്റെ സെന്ററിൽ കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഫ്രണ്ടിൽ 3 ഹൈഡ്രജൻ ആറ്റം, 1 2 3. ഇതിന്റെ തൊട്ട് പിറകിലായി ഫ്രണ്ടിൽ എങ്ങനെയാണോ ഹൈഡ്രജൻ ആറ്റം ഇരിക്കുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിറകുവശത്ത്. അപ്പോൾ ഇതൊരു ഡിസ്ക് പോലെയാണ്, ഒരു വട്ടം, ഒരു ഡിസ്ക് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു ഡിസ്ക് ആണ്, എന്റെ കൈ ഒരു ഡിസ്ക് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്റെ കയ്യില്
എന്റെ കൈ ഒരു ഡിസ്ക് ആണ് എന്ന് വിചാരിക്കാം. ഈ കയ്യില് ഫ്രണ്ട് വശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫ്രണ്ട് വശം സെന്റർ പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ടിൽ സെന്ററിൽ ഒരു കാർബൺ ഉണ്ട്, പിറകിലത്തെ സെന്ററിൽ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടില് ഈ കാണിച്ചിരിക്കുന്ന പോലെ 3 ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ അതിന്റെ ബാക്ക് സൈഡില് എന്താണ്, ഇതിന് തൊട്ട് പിറകിലായി 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അങ്ങനെ ഒരു ഡിസ്കിന്റെ ഫ്രണ്ട് വശം ഒരു കാർബൺ, പുറകുവശം ഒരു കാർബൺ, ഫ്രണ്ട് വശം 3 ഹൈഡ്രജൻ, ഇതേപോലെ തന്നെ അതിന്റെ പുറകുവശവും 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതാണ് എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കാർബൺ ആറ്റം ഉണ്ട്, നിങ്ങൾക്കറിയാം. ഡിസ്കിന്റെ പുറകുവശവും ഒരു കാർബൺ ആറ്റം ഉണ്ട്. സങ്കല്പിക്കാം, ഡിസ്ക് പോലെ സങ്കല്പിക്കുക, ഒരു സർക്കിൾ പോലെ സങ്കല്പിക്കാം. അപ്പോൾ ഫ്രണ്ടില് 3 ഹൈഡ്രജൻ ആറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 3 ഹൈഡ്രജൻ ആറ്റം. ഈ ഓരോ ഹൈഡ്രജൻ ഫ്രണ്ടില് 3 ഹൈഡ്രജൻ ആറ്റത്തിന് ഇടയിൽ കുറെ സ്പേസുകളില്ലേ, കണ്ടോ? അപ്പോൾ ഈ സ്പേസ് ഉള്ളിടത്താണ് പിറകിലത്തെ ഹൈഡ്രജൻ ആറ്റം വരിക. പിറകിലത്തെ ഹൈഡ്രജൻ ആറ്റം വരിക ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസുകളിലാണ്. നീലപശ കൊണ്ട് എഴുതിയിരിക്കുന്നത്, നീലപശ കൊണ്ട് വരച്ചിരിക്കുന്നത് പിറകിലത്തെ ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പൊ 2 ഡയഗ്രാംസ് ഓർത്തിരിക്കുക, എക്ലിപ്സ് ആൻഡ് സ്റ്റാഗർ, നോമാൻസ് പ്രൊജക്ഷൻ. നമുക്കിനി ആൽക്കീൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളെയാണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും. ഇവരുടെ ജനറൽ ഫോർമുല CnH2n ആണ് കേട്ടോ. ജനറൽ ഫോർമുല CnH2n. പ്രിപ്പറേഷനിലേക്ക് പോകുന്നു. ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ. ആൽക്കീൻസിനെ നമുക്ക് ആൽക്കൈനിൽ നിന്നും ഉണ്ടാക്കാം. ആൽക്കീൻസിനെ നമുക്ക് ആൽക്കൈനിൽ നിന്നും ഉണ്ടാക്കാം. ഒന്നാമത്തെ പ്രിപ്പറേഷൻ നോക്കുക. ഇതൊരു കോമ്പൗണ്ട് ആണ്. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ കോമ്പൗണ്ടുകളെ നമ്മൾ സൂചിപ്പിക്കുന്ന ജനറൽ അക്ഷരമാണ് R എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ക്ഷമിക്കാം, RC ഡബിൾ ബോണ്ട് CR ഡാഷ്. അതിന് പകരം ഞാനൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. CH3, ആറിന്റെ അവിടെ CH3 ആണെന്ന് സങ്കല്പിക്കുക. ആറിന്റെ അവിടെ എന്താണ്, CH3 ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ RC ഡബിൾ ബോണ്ട് CR ഡാഷ്. അപ്പോൾ ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഇതൊരു ആൽക്കീൻ ആണ്. ഇതിലേക്ക് ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്തു. കാറ്റലിസ്റ്റ് ഉണ്ട്, പലേഡിയം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് ഡബിൾ ബോണ്ട് ആയി മാറാം. കാർബൺ ആറ്റങ്ങൾ, 2 കാർബൺ ആറ്റങ്ങൾ സെന്ററിൽ വരും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. C ഡബിൾ ബോണ്ട് C. 2 ആറുകൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 6, ഇവിടെയും 6, ഇവിടെയുള്ള നമ്മൾ ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റം, ഇവിടേക്ക് ചേർക്കുന്ന ഹൈഡ്രജൻ ആറ്റം, ഓരോ ഹൈഡ്രജൻ ആറ്റവും ഓരോ കാർബണിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. കണ്ട, ഓരോ കാർബൺ ആറ്റവും ഓരോ ഹൈഡ്രജനിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. ഒന്നുകൂടെ പറയുന്നു, RC ട്രിപ്പിൾ ബോണ്ട് CR ആണിത്. ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു. നടുക്കുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഹൈഡ്രജൻ ഓരോ കാർബണിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കൂ,
രണ്ട് കാർബൺ ആറ്റങ്ങൾ സെന്ററിൽ, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി, ആർ ഡാഷ് ഇവിടെ, അവിടേക്ക് വന്നു ചേരുന്ന ഹൈഡ്രജൻ ഇവിടെ വരച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സിസ് ആൽക്കെയിൻ, സിസ് ഉണ്ട് ട്രാൻസ് ഉണ്ട്, രണ്ട് സ്ട്രക്ചർ ആണ്, സിസ് ആണ് ട്രാൻസ്. സിസ് ആണ് ഇത് വരച്ചിരിക്കുന്നത്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിഞ്ഞു വരും, അതായത് മുകളിലത്തെ ആർ ഡാഷ് താഴെ, എച്ച് മുകളിൽ, കണ്ടോ, ട്രാൻസ് ആൽക്കെയിൻ. ട്രാൻസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കാറ്റലിസ്റ്റ് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് ട്രാൻസ് സ്ട്രക്ചർ കിട്ടുക. ആദ്യം സിസ് ആൽക്കീൻ നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? പലേഡിയം ഉപയോഗിച്ചപ്പോഴാണ്. ട്രാൻസ് ആൽക്കീൻ കിട്ടണമെങ്കിൽ നമ്മൾ സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ട്രാൻസ് ആൽക്കീൻ എന്ന സ്ട്രക്ചർ നമുക്ക് കിട്ടുക. ഓക്കെ, രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ആൽക്കീൻസിനെ. നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കാം. ഇവിടെ രണ്ട് കാർബൺ ആറ്റം നോക്കൂ, CH3 ഇവിടെ കണ്ടോ, ഇവിടെ എക്സ് കണ്ടോ, എക്സ് എന്ന് പറയുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലോറിൻ, അതൊക്കെയാണ് എക്സ് ഹാലജൻസ്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഹാലജൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഓക്കെ, ഇനി ആൽഫയുടെ തൊട്ടിപ്പുറത്തുള്ള കാർബൺ ആറ്റമാണ് ബീറ്റ കാർബൺ. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ആണ്. ഇതിലേക്ക് ആൽക്കഹോളിക് KOHന്റെ പ്രസൻസിൽ ഇതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത്, ഇവിടുത്തെ എക്സ് കണ്ടില്ലേ, ഹാലജൻ എക്സ് ഒരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. എക്സ് ഒരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇത് വെള്ളിയിലേക്ക് റിലീസ് ചെയ്യും, വെള്ളിയിലേക്ക് പോകും. ഇവിടുത്തെ എക്സ് എച്ചുമായിട്ട് കമ്പൈൻ ചെയ്തത് വെള്ളിയിലേക്ക് പോകും. ഇടയ്ക്കുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാറും. ഇടയ്ക്കുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാറും. അപ്പോൾ സി ഡബിൾ ബോണ്ട് സി. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരച്ചും ഒരച്ചുമാണ്. ആ ഒരച്ചും ഇവിടെ എഴുതി. ഇപ്പോഴത്തെ കാർബണിൽ ഇനി ബാക്കിയുള്ള രണ്ടച്ചുകൾ, ആ രണ്ടച്ചുകളിൽ ഇവിടെ എഴുതി, കണ്ടോ. അപ്പോൾ സിംഗിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മൾ എന്തിനെ ഉണ്ടാക്കി? ആൽക്കീനെ ഉണ്ടാക്കി. നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡീഹാലോജിനേഷൻ എന്ന് നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. ഡീഹാലോജിനേഷൻ എന്ന് നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. ഇത് വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നാണ് നമ്മൾ ആൽക്കീൻസിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ എന്തെന്ന് പേര് വിളിക്കാം? ഡീഹാലോജിനേഷൻ എന്ന് വിളിക്കാം. എന്താണ് നടക്കുന്നത് നോക്കൂ. CH2Br ഒരു കോമ്പൗണ്ട് ആണ്. ഇതിലേക്ക് നമ്മൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, രണ്ട് Br കണ്ടില്ലേ, കണ്ടോ, രണ്ട് Br. ഈ രണ്ട് Brഉം Zനുമായി കൂടിച്ചേരും. രണ്ട് Br ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? Zനുമായി കമ്പൈൻ ചെയ്യും. അപ്പോൾ ഒരു Zn, രണ്ട് Br, Zn Br2. ഇനി ഇവിടെ ബാക്കിയുള്ള CH2 അല്ലേ, അതിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് അല്ലായിരുന്നോ? സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാറും. CH2 ഡബിൾ ബോണ്ട് CH2, കണ്ടോ. ഇതിനെയാണ് നമ്മൾ ഡീഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് ആൽക്കഹോൾസ് ബൈ അസിഡിക് ഡീഹൈഡ്രേഷൻ. ആൽക്കഹോളിൽ നിന്ന് നമുക്കത് പ്രിപ്പയർ ചെയ്യാം. നോക്കണേ, ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, കാർബൺ ആറ്റം, രണ്ട് കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിലെ OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. OH ആൽക്കഹോൾ. ഇവിടെ OH വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ ആറ്റം ഏതാണോ അതിനെ നമ്മൾ ആൽഫ കാർബൺ ആറ്റം എന്ന് വിളിക്കും.
ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ ആറ്റത്തിന് തൊട്ടപ്പുറത്തുള്ള കാർബൺ ആറ്റത്തിനെ ബീറ്റ കാർബൺ എന്ന് വിളിക്കാം. ഇവിടെ സംഭവിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ എന്താണെന്ന്. ഈ അടിയിലെ OHും ഇവിടുത്തെ Hും കമ്പൈൻ ചെയ്ത ഒരു Hും ഒരു OHും തമ്മിൽ കൂടിച്ചേർന്നാൽ എന്തായിട്ട് മാറും? അത് വാട്ടർ ആയിട്ട് മാറും അല്ലെ? അത് വാട്ടർ ആയിട്ട് വെളിയിലേക്ക് പോയി. പിന്നീട് ബാക്കിയുള്ളത് ആദ്യത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ അല്ലെ? ഇടയ്ക്കുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാറുന്നു. അപ്പോൾ 2 കാർബൺ ആറ്റം, ഇടയ്ക്കുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട് സി. ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ 2 ഹൈഡ്രജൻ, അപ്പോൾ H2. അടുത്ത കാർബണിൽ 2 ഹൈഡ്രജൻ, H2, CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഈഥീന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ആൽക്കഹോളിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവിടെ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് എന്ന് ഓർക്കുക. പ്രത്യേകതകളാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നു. ത്രീ മെമ്പേഴ്സ് കോമ്പൗണ്ട്, അതായത് ഈഥീൻ, പ്രൊപ്പീൻ, അതുപോലെ തന്നെ ബ്യൂട്ടീൻ. ആദ്യത്തെ 3 മെമ്പറുകൾ അല്ലെ, ഈഥീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, ഇവര് കളർലെസ് ആണ്, ഇവർക്ക് നിറമില്ല, കളർലെസ് ആയിട്ടുള്ള ഗ്യാസുകളാണ്. ഓക്കെ, ഇനിയും C5 മുതൽ C15 വരെ ലിക്വിഡ്സുകളാണ്. 15 കഴിഞ്ഞിട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളും കാർബൺ 15 കഴിഞ്ഞിട്ടുള്ള 16 മുതൽ ബാക്കിയുള്ള എല്ലാവരും സോളിഡ്സ് ആണ്. സൊലബിലിറ്റി, ഇവര് വാട്ടറിൽ ഇൻസോലബിൾ ആണ്. മറ്റുള്ള ഓർഗാനിക് സോൾവെന്റിലേക്ക് ബെൻസീൻ, ഈതർ അങ്ങനെയുള്ള സോൾവെന്റുകളിലെല്ലാം ഇവര് സൊലബിൾ ചെയ്യും. അടുത്തത് ഇവർക്ക് പോളാർ ക്യാരക്ടർ ആണ്, ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓർത്തിരിക്കും. ബോയിലിംഗ് പോയിന്റ്, ഇവര് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നു. ഗ്രാജുവൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കൂടുന്നതനുസരിച്ച് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിന് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലായിരിക്കും ആൽക്കീനിൽ. ബ്രാഞ്ച്ഡ് ആൽക്കീൻ, ബ്രാഞ്ചുകൾ വരുന്ന ആൽക്കീനുകൾക്ക് ബോയിലിംഗ് പോയിന്റ് കുറവാണ് സ്ട്രൈറ്റ് ചെയിനിനെക്കാട്ടിലും. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് സിസ് ഐസോമറുകളുടെ മെൽറ്റിംഗ് പോയിന്റ് ട്രാൻസ് ഐസോമർ ഹാസ് ഹയർ. സിസിനേക്കാൾ ട്രാൻസ് ഐസോമറുകളുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈനിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്താൽ നോക്കൂടെ, 1 molecule of hydrogen gas in the presence of finely divided nickel or palladium or a platinum to form alkenes. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു ആൽക്കീൻ ഉണ്ടാകണമെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ഹൈഡ്രജൻ എങ്ങനെ ആഡ് ചെയ്യണം? ഹൈഡ്രജൻ നിക്കലിന്റെയും പലേഡിയത്തിന്റെയും പ്ലാറ്റിനിയത്തിന്റെയും ഒക്കെ പ്രസൻസിൽ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഒരു ആൽക്കൈനിലേക്ക്, നമ്മൾ കണ്ട എക്സാമ്പിൾ, ആൽക്കൈനിലേക്ക് ഈ പറയുന്ന കാറ്റലിസ്റ്റുകളും ഹൈഡ്രജനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീനിലേക്ക് നമ്മൾ ഈ പറയുന്ന കാറ്റലിസ്റ്റുകള് ഹൈഡ്രജനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കേൻസ് കിട്ടും. ഇനി അടുത്ത് അഡീഷൻ ഓഫ് ഹാലജൻസ്. ഹാലജൻ, ബ്രോമിൻ, ക്ലോറിൻ അതൊക്കെയാണ് ഹാലജൻസ്. അപ്പോൾ ഈ ഹാലജൻസുകള് ആഡ് അപ് ടു ആൽക്കീൻ ടു ഫോം വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ ഹാലജൻസുകള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിസിനൽ ഡൈഹാലൈഡുകള് കിട്ടും. ജസ്റ്റ് ഓർത്തിരിക്കുക ഇതൊക്കെ. അതേപോലെ തന്നെ ഹൈഡ്രജൻ ഹാലൈഡുകൾ ഉണ്ട്. ഹൈഡ്രജൻ ഹാലൈഡുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയഡൈഡ്, ഇതൊക്കെയാണ്. ഇതൊക്കെ ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ക്ലാസ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ.